അങ്ങ് കിടന്നതിൻ്റെ ഉം. പൂച്ച ഉം. വെള്ളത്തിൽ ഇരിക്കുക. ഉം. ഓ പൈനാപ്പിളിന്റെ മഴയല്ല, മഞ്ഞ. അങ്ങനെ ഉം. നോക്കൂ. അറ്റാ പോയച്ചും വരും. മോനിക്കുട്ടന് സ്കൂളുണ്ട്, പരീക്ഷ, അതുകൊണ്ട് മോനിക്കുട്ടനെ കൊണ്ടുപോകുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളെല്ലാരും കൂടെ ഒരു ടൂറായിട്ട് അങ്ങ് പോകാന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോവാന്ന് പറയുമ്പോഴേ ചില ആൾക്കാർ അങ്ങനെയാണ് വിചാരിക്കും നമ്മളേതാണ്ട് ടൂറിന് പോവാൻ. കേട്ട് ചിലപ്പോൾ ഞങ്ങൾ അങ്ങനെ ടൂറാക്കിയായിരുന്നു. ഇത്തവണയും ടൂർ പോകാന്ന് വിചാരിച്ച, പക്ഷെ മോനിക്കുട്ടൻ എക്സാം ആയിപ്പോയി. ഇപ്പൊ ഞാനും മുത്തുമണി ആണ് പോകുന്നത്. ഞങ്ങളുടെ കൂടെ അപ്പു ഉണ്ട്. അപ്പു ഞങ്ങളുടെ കൂടെ വരുമല്ല. അപ്പുവിന്റെ ഒരു ആവശ്യമുണ്ട് തിരുവനന്തപുരത്ത്. അതിന് ഞങ്ങളെല്ലാവരും കൂടി പോയേച്ചും വരാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകിട്ടത്തേക്ക് ഇതും വെച്ചിട്ടുണ്ടോ? വെള്ളത്തിന്റെ വേഗം അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങിയതാണ്. ഒരുങ്ങി റെഡിയായിട്ട് മുത്തു പോയി അമ്മയെ വിളിച്ച് വീട്ടിലോട്ടാക്കിയിട്ടുണ്ട്. മോനുകുട്ടനെ സ്കൂളിൽ പോകണമല്ലോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് 2 വീലറിൽ KSRTC സ്റ്റാൻഡിൽ വന്നു. അവിടെ 7:45 ഇങ്ങോട്ടുള്ള ബസ്സിന് റിസർവേഷൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇടയ്ക്ക് എഴുന്നേൽക്കേണ്ടി വന്നാൽ അതൊരു ബുദ്ധിമുട്ടാകും, അത്രയും ദൂരമൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞ്. പക്ഷേ വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലായിരുന്നു ഇന്ന് ബസ്സിൽ. പിന്നെ അടൂരിൽ നിന്ന് അപ്പുവിൻ്റെ കൂടെ പഠിച്ച അതുലും ഉണ്ട്. അതുലിന് എന്തോ ഒരു കോഴ്സ് പഠിക്കുന്ന കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും കൂടെ പോകുന്നത്. ഇപ്പോൾ അതിരാവിലെയുള്ള ബസ്സിന് പോയെന്ന് പറഞ്ഞാലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കീമോക്കാരെ വിളിച്ചതിന് ശേഷമാണ് ഫോളോ അപ്പുകാരെ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ 7:45 ബസ്സിന് റിസർവേഷൻ എടുക്കാം എന്ന് വിചാരിച്ചു. 8 മണിക്കുള്ളതാണ് നമ്മൾ ആദ്യം നോക്കിയത്. അത് പക്ഷേ കോന്നി പുനലൂർ വഴിയൊക്കെയാണ് പോകുന്നതെന്നുള്ളത് കൊണ്ട് നമുക്ക് അടൂർ ഏനാത്ത് വഴി വരണമല്ലോ. അതിലും വരുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ 7:45 നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോവാണ്. പോയ വഴിക്ക് നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലും അങ്ങ് ചെന്ന് കഴിഞ്ഞ് കുറേ ഏരിയയിലൊക്കെ മഴക്കോള് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുടയൊന്നും എടുത്തിട്ടില്ല, മഴ പെയ്യുമോ എന്ന്. പിന്നെ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വഴി തിരിച്ചൊക്കെ വിട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് പിന്നെ കുറേ നേരം ഉറങ്ങാനൊന്നും പറ്റിയില്ല. പിന്നെ പ്രത്യേകിച്ച് ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് റോഡിൽ നല്ല തിരക്കും ബ്ലോക്കും ആണല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കേശവദാസപുരം ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് നമ്മളൊരു ഓട്ടോയ്ക്കാണ് അങ്ങോട്ട് പോയത്. മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഇറങ്ങി. അവിടെ ഒരു ആര്യാസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഈ യാത്രകൾ തുടങ്ങിയ സമയം മുതൽ മിക്കപ്പോഴും രാവിലത്തെ ഫുഡ് കഴിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു കുറേ വർഷങ്ങളായിട്ട്, കുറേ നല്ല ഒരു 9 വർഷമായിട്ട് ആ ഒരു കടയോടൊരു അടുപ്പമുണ്ട്. അങ്ങനെ
അങ്ങോട്ട് പോയി കഴിക്കാമെന്നോർത്ത്. വേറെ കടകളെ പറ്റിയൊന്നും പരിചയമില്ലാത്തത് കൊണ്ടും പിന്നെ രാവിലെ അത് മതി എന്നൊക്കെ വിചാരിച്ച് ഞാനും മുത്തും കൂടി അങ്ങോട്ട് പോയി. മുത്തിന് മസാല ദോശ പറഞ്ഞു, എനിക്ക് പൂരിയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ കഴിച്ചു. പിന്നെ മെഡിസിൻ കഴിക്കാനുണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ മെഡിസിനൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത്. എന്നിട്ടും എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ടായിരുന്നു. പക്ഷേ യാത്ര ഒഴിവാക്കാൻ പറ്റുന്നതല്ലല്ലോ. അപ്പോൾ ഇതൊന്ന് ദീർഘിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. പിന്നെ ഈ ഇപ്പോൾ 9 മാസം കൂടി ഇരുന്നപ്പോഴാണ് ഞാൻ വന്നത്. ഇതിപ്പോഴാണ് ഇങ്ങനെയെങ്കിലും ഒന്ന് ആക്കി തന്നത്. ഇതുവരെ 6 മാസം ആണ് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിന് മുമ്പ് 3 മാസം. അപ്പോൾ ഇതെന്താ 1 ഇയർ ആക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് അതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. കാരണം യാത്രകൾ ഒട്ടും പറ്റാതെ വരുന്നുണ്ട് എനിക്ക്. അങ്ങനെ നമ്മൾ ഈ തറവാട്ട് മുറ്റത്ത് എത്തിയിട്ടുണ്ട്. അവിടുന്ന് താഴോട്ട് പോണേ. അതെ. അപ്പോൾ എനിക്ക് പോകേണ്ടത് 4th ഫ്ലോറിലാണ്, സി ക്ലിനിക്കിലോട്ടാണ്. അപ്പോൾ കയറി പോകാൻ എനിക്ക് പ്രയാസമാണ്. ഇറങ്ങി ഇങ്ങ് പോരാം. അതുകൊണ്ട് ലിഫ്റ്റിലാണ് പോകുന്നത്. അപ്പോൾ റോണ മാമാണ് എൻ്റെ ഡോക്ടർ. ഇന്ന് പക്ഷേ ഡോക്ടർ ഇല്ലായിരുന്നു, വേറെ ഡോക്ടേഴ്സായിരുന്നു ചെക്കപ്പ് ചെയ്തത്. ഇപ്പോൾ റിവ്യൂ ചാർജൊക്കെ അടച്ചിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ടോക്കൺ എടുത്തു. 17 ടോക്കൺ. ഇന്ന് കുറേ അമ്മമാർ വീൽ ചെയറിൽ അവിടെ വിളിയും കാത്തിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഒരു വീടിനകത്തെയും പുറത്തെയും മക്കളുടെയും ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ഒക്കെ കാര്യങ്ങൾ ഓടി നടന്ന് നോക്കിയ കൈകാലികളാണ് ചെങ്ങലക്കിട്ടതുപോലെ ഈ ഒരു വീൽ ചെയറിനുള്ളിൽ ഒതുങ്ങിപ്പോയത്. അത് വല്ലാത്തൊരവസ്ഥയല്ലേ. എന്തായാലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ ഡോക്ടറെ കണ്ടു. മെഡിസിനൊക്കെ എഴുതി തന്നിട്ടുണ്ട്. നീ എപ്പോഴാ ബസ്? അത് കഴിഞ്ഞ് മാമോഗ്രാമിന് പോയി ഡേറ്റൊക്കെ എടുത്തു. മെഡിസിനൊക്കെ മേടിക്കാൻ ഫാർമസിയിലോട്ട് പോവാണേ. അടുത്ത വർഷമല്ലേ വരുള്ളൂ. അടുത്ത വർഷമല്ലേ ഇങ്ങോട്ടുള്ളൂ. ഓട്ടോ ഉള്ളല്ലേ? അവനെ വിളിക്കാന്ന് പറഞ്ഞു ഇങ്ങോട്ട്. അത് മേടിക്കുവാ. ശരിയെന്നാ തമ്പാനൂര് KSRTC ബസ് സ്റ്റോപ്പ് അല്ലേ? ഇല്ല, എവിടുന്ന് കഴിക്കാൻ? വീട്ടില് ഇത് ഹോസ്പിറ്റലാണ്. എന്ത് വേണം? അപ്പോൾ അതിലും കൂടി തമ്പാനൂർ വന്നിപ്പുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാ. RCCയുടെ വാതിക്കേന്ന് നമുക്ക് ലോക്കൽ ബസ് കിട്ടും. പക്ഷേ ഇപ്പം വന്ന് കിടക്കുന്ന ബസ് ഫുള്ളായിട്ടുണ്ട്. ഇനി അടുത്ത ബസ് വന്ന് അത് ഫുള്ളാകുമ്പോഴാണ് അവിടെ നിന്ന് എടുക്കുന്നത്. അത്രയും നേരം വണ്ടിക്കകത്തിരുന്ന് എൻ്റെ തല ചൂട് പിടിക്കും. അങ്ങനെ ഒരു റിസ്ക് വയ്യാത്തത് കൊണ്ട് മുത്തൊരു യൂബർ വിളിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് പ്രിയങ്ങളെ. ഒരു പരുവത്തിലാണ് ഞാൻ ഈ പോക്കും വരവും ഒക്കെ. എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നാൽ ആകെ ഇടങ്ങേറാവും. എന്തായാലും ഇത്തവണ വന്നപ്പോൾ ഈ ഒരു റോഡ് ഓപ്പൺ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലാതെ പോകാനും വരാനും പറ്റി. മുത്തും കൂടി എന്തെങ്കിലും കഴിക്കട്ടെ എന്നോർത്തുകൊണ്ടാണ് ഞാൻ RCCയുടെ ഫുഡ് കോർട്ടിൽ നിന്ന് കഴിക്കാതെ ഇങ്ങോട്ട് പോകുന്നത്. അവിടെ വന്നപ്പോൾ അവനൊന്നും വേണ്ട. ഞാൻ തന്നെ പിന്നെ ഒരു ഊണ് വാങ്ങിച്ച് കഴിക്കേണ്ടി വന്നു. അപ്പവും അതിലും അവർ പോയ വഴിക്ക് ഫുഡ് കഴിച്ചായിരുന്നു. കഴിച്ചിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കട്ടപ്പനയ്ക്കുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് കിടപ്പുണ്ടായിരുന്നു. സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കയറി പോയപ്പോൾ പ്രാർത്ഥിച്ച കാര്യം ദൈവം നടത്തി എന്നുള്ളത് വലിയ സമാധാനമുണ്ട്. കാരണം ഇനി 1 വർഷം കഴിഞ്ഞ് പോയാൽ മതി. പോകുന്ന രോഗികളെക്കാളും കൂടെ വരുന്നവർ വല്ലാതെ പാടുപെടും. ആ ഒരു യാത്രകളൊക്കെ അത് പോകുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഇങ്ങനെയുള്ള യാത്രകളൊക്കെ സ്ഥിരമാകുമ്പോൾ കൂടെ വരുന്നവർക്ക് മടുപ്പുണ്ടാകും. അതിനൊന്നും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ.
ചിലരെങ്കിലും. എൻ്റെ ജീവിതത്തിൽ ഞാനതൊക്കെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ആർക്കും ഇടവരരുതെന്ന് പ്രാർത്ഥനയോടെയാണ് ഇത് പറയുന്നത്. സാധാരണ കുളിക്കാമോ? ഒരു യാത്ര കഴിഞ്ഞ് വന്നു പ്രിയങ്ങളെ. രാവിലെ നമ്മള് 7:45 ബസ്സിനാണ് ഇവിടുന്ന് പോയത്. അവിടെ ചെന്നപ്പോ എനിക്ക് തോന്നി 10:45 ആയി. പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിലെത്തി. ഫുഡ് കഴിച്ചിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് പോയത്. ടോക്കണൊക്കെ എടുത്ത് കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്ത്. എന്തായാലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഡോക്ടറെ കണ്ടു, ചെക്കപ്പൊക്കെ കഴിഞ്ഞു, മെഡിസിനൊക്കെ തന്നു. ഇനിയും അടുത്ത ഓഗസ്റ്റിൽ. അങ്ങനെ നീണ്ട 9 വർഷങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം മാമോഗ്രാം ഉണ്ട്, അതിനുള്ള ഡേറ്റ് അവിടെ തന്നെ എടുത്തു. 1 വർഷം കഴിഞ്ഞ് ആയതുകൊണ്ട് ഡേറ്റ് കിട്ടി. അപ്പം അതിനും കൂടി നമ്മൾ അപ്പോയിൻമെന്റ് എടുത്ത് അന്ന് തന്നെ അവിടെ സ്കാനിങ്ങിനും ഡേറ്റ് കിട്ടിയേ. അപ്പം അതൊക്കെ കഴിഞ്ഞ് മെഡിസിനും ഒക്കെ തന്നു. മെഡിസിൻ എല്ലാം 6 മാസത്തേക്കേ ഉള്ളൂ, 1 വർഷത്തേക്കൊന്നും നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഇവിടെ എവിടെയും വാങ്ങിക്കാം ബാക്കിയുള്ള സമയത്ത് എന്ന് വിചാരിച്ചാൽ. ഇനി അതിനു വേണ്ടിയിട്ട് അവിടെ പോകുന്ന ചെലവ് മതി ഇവിടെ നമ്മൾ മെഡിസിൻ മേടിക്കാൻ. പിന്നെ എനിക്ക് പല്ലിന്റെ പ്രശ്നം, തലവേദനയൊക്കെ ഡോക്ടറോട് പറഞ്ഞു. പല്ലിന്റെ പ്രശ്നത്തിനൊന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. നേരത്തെ നമ്മളോട് വാണിംഗ് പോലെ പറഞ്ഞ കാര്യമാണ്. അത് അങ്ങനെയൊക്കെ തന്നെ നിൽക്കുന്നു. പിന്നെ തലവേദനയുടെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞ് സ്ട്രെസ് കുറയ്ക്കണം. പിന്നെ ഈ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറേയൊക്കെ വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിൻ. അപ്പം അത് 1 വർഷം കൂടാണ്. നമുക്ക് ടോട്ടലി 10 വർഷമാണ് കഴിക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും അടുത്ത ഓഗസ്റ്റ് ആകുമ്പോൾ 10 വർഷം കഴിയും. 2017 ഓഗസ്റ്റ് മുതലാണ് നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത്. 27 ഓഗസ്റ്റ് ആകുമ്പോൾ 10 ഇയേഴ്സ് കംപ്ലീറ്റ് ആവും. അങ്ങനെ അന്നേരം മെഡിസിൻ നിർത്തുമ്പോൾ ചിലപ്പോൾ കുറേയൊക്കെ മാറ്റം വരും എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ വേറെ എന്തെങ്കിലും അതൊക്കെയാണ് ഇന്നത്തെ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ. പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞ് അവര് മോനുകുട്ടനെ മുത്തുമുടി ടൗണിൽ വരെ പോയേക്കോ മുത്തിന്റെ മുടി വെട്ടാനും. മോനുകുട്ടനാണെങ്കിൽ ഞങ്ങൾ ഇന്ന് രാവിലെ ആര്യാസി കയറി മസാല ദോശ കഴിച്ചെന്ന് മോനുകുട്ടനെ അറിയാം. കാരണം നമ്മൾ പോകുമ്പോഴൊക്കെ ആര്യാസി കയറി രാവിലത്തിടം കഴിക്കുമെന്നുള്ളത് അവന് അറിയാമേ. അപ്പൊ ഇന്നലെ തൊട്ടേ പറഞ്ഞു അവന് ഇന്ന് മസാല ദോശ വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ മോനുകുട്ടനെയും കൊണ്ടുപോയിട്ടുണ്ട്. മോനുകുട്ടന് മസാല ദോശയും വാങ്ങിച്ചു കൊടുത്ത് മുടിയൊക്കെ വെട്ടി 2 പേരുടെ വരാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പുണ്ട് എല്ലാവരുടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ കുളിച്ച് ജപിച്ചൊക്കെ വന്നതാണ്. എനിക്ക് ഇച്ചിരി ചോറൊക്കെ ഇരിപ്പുണ്ട്, ചോറ് കഴിക്കാം. ബ്രെഡും ചായയൊക്കെ കഴിച്ച് മെഡിസിനും കഴിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിയത്. പിന്നെ ഇടയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നിയെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പല്ലിന്റെ ഒരു അസ്വസ്ഥത എനിക്ക് ഇന്നലെ തൊട്ടേ ഉണ്ട്, ഇന്നും ഉണ്ട്. അത് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടൊരു പല്ലാഴിക. പക്ഷെ അത് ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ്, ഒന്നും ചെയ്യാനില്ല. അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ സമയം 7:30 ഉള്ള ചോറും കറികളും ഒക്കെ കൂട്ടി ഞാൻ കഴിക്കാം എന്ന് വിചാരിച്ചു. അവരിനി കഴിച്ചിട്ടൊക്കെ വരട്ടെ. ചോറും ഇച്ചിരി അവിയലും ഒക്കെ ഇരിപ്പുണ്ട്, മീൻകറി ഇരിപ്പുണ്ട്, മീൻ വറക്കാനും ഇരിപ്പുണ്ട്. മീൻ വറക്കാനൊന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പൊ ഉള്ളത് കൂട്ടി അങ്ങോട്ട് കഴിക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു പ്രിയങ്ങളെ. പിന്നെ എനിക്ക് ഇന്ന് അവിടെ പോയ വഴിക്ക് 1-2 പേരെ വീഡിയോസ് ഒക്കെ കാണുന്നവരെ കാണാൻ പറ്റി. എൻ്റെ അടുക്ക വന്ന് മിണ്ടി. പിന്നെ എനിക്ക് അവിടെ ഒരു ചേച്ചി ഉണ്ട്. ഇന്ന് എനിക്ക് ചേച്ചിയെ കാണാനും മിണ്ടാനും ഒന്നും പറ്റിയില്ല. ചേച്ചിക്ക് അത് വിഷമമായിപ്പോയി. കാണാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ
ഞാൻ ഇവിടുന്ന് നമ്മളവിടെ RCCക്ക് അകത്ത് ചെന്നാൽ പിന്നെ നെറ്റ് കണക്റ്റ് ആവത്തില്ല, ഫോണിൽ നെറ്റ് കിട്ടത്തില്ല, കോളും അങ്ങോട്ട് കണക്റ്റ് ആവത്തില്ല. അപ്പോൾ ആരും വിളിച്ചാലും നമ്മൾ സംസാരിച്ചാൽ ക്ലിയർ ആവത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ ചെന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഫോണിലെ മെസ്സേജ് ഞാൻ കണ്ടത്. ഫോണിൻ്റെ വാലിഡിറ്റി പ്ലാൻ കഴിഞ്ഞെന്നുള്ള മെസ്സേജ് അന്നേരമാണ് കണ്ടത്. അവിടെ ചെന്ന് ഇരുന്നപ്പോൾ ചേച്ചിക്ക് മെസ്സേജ് ഇട്ടാലോ, ഇവിടെ ഉണ്ടോ, കാണാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് ഈ വാലിഡിറ്റി പ്ലാൻ കഴിഞ്ഞ മെസ്സേജ് ഞാൻ കണ്ടത്. പിന്നെ എനിക്ക് അവിടുന്ന് പുറത്തിറങ്ങാതെ ചാർജ് ചെയ്യാനും പറ്റില്ല, മെസ്സേജ് അയക്കാനും പറ്റില്ല, കോൾ ചെയ്യാനും പറ്റില്ല, ആകെ ഇതായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഇന്ന് ചേച്ചിയെ മെസ്സേജ് ഇട്ടില്ല. ചേച്ചി അപ്പോൾ വൈകിട്ട് എനിക്ക് മെസ്സേജ് ഇട്ട് എനിക്കത് എനിക്കും അത് വിഷമമായിപ്പോയി. ചേച്ചി അങ്ങനെ വിചാരിച്ചല്ലോ എന്നുള്ളത്. എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെല്ലുമ്പോഴെല്ലാം ചേച്ചിക്ക് മെസ്സേജ് ഇടുന്നതാണ്, അവിടെ ചെന്ന് കഴിഞ്ഞ് ചേച്ചി എവിടെയാണ്, കാണാൻ പറ്റുമെന്നൊക്കെ. പിന്നെ അതൊരു വിഷമമായിപ്പോയി. എന്താണ് പ്രിയങ്ങളെ, ഇത്രയൊക്കെ ഉള്ളൂ. ഉഷാറായിട്ട് നാളെ കാണാം. ഞാൻ മുമ്പ് എൻ്റെ പ്രിയങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ ഞാനും മുത്തും അപ്പും കൂടിയാണ് പോയെന്ന് പറഞ്ഞില്ലേ. അപ്പം അപ്പു അവിടെ ഒരു ആവശ്യത്തിന് പോയതാ. അപ്പോൾ അടൂരിൽ നിന്ന് അപ്പുവിൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അതുൽ, അവരും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 4 പേരും കൂടാണ് ഇന്ന് തിരുവനന്തപുരത്തോട്ട് പോയത്. അവർ പാളയം അവിടെ ഇറങ്ങി, ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ടും പോയി. അപ്പോൾ അവർ അവരുടെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി. അപ്പം അവിടെ ചെന്നിട്ട് അവിടുത്തെ ബോളി കഴിക്കട്ടെ. അവിടുത്തെ ബോളി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു, കഴിച്ചിട്ടില്ല. പക്ഷേ ഗുരുവായൂരെ ബോളിയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ചില കടകളിൽ ഇടയ്ക്ക് ഇതേപോലത്തെ ബോളി വരും, അങ്ങനെ വാങ്ങിച്ചും കഴിച്ചിട്ടുണ്ട്. ഇത് അവിടുത്തെ സ്പെഷ്യൽ. ഇന്ന് ആദ്യമായിട്ട് കഴിക്കട്ടെ. ഇത് ഞാൻ മുമ്പ് പറയാൻ മറന്നുപോയി. 2 പേരുടെ പോയിട്ടുണ്ട്. മുത്തിൻ്റെ മുടിയൊക്കെ വെട്ടണമെന്ന് പറഞ്ഞാൽ പോയത്, ചൊവ്വാഴ്ചയാണ്, കാര്യം മറന്നുപോയി. അപ്പോൾ 2 പേരുടെ കൊച്ചോളുടെ അടുക്കലൊക്കെ കയറി, അവിടെ ഏതായാലും ടൗൺ വരെ പോയല്ലോ, കൊച്ചോളുടെ അടുക്കലൊക്കെ കയറി തിരിച്ച് വരുന്നുണ്ട്. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.